സോയ വെച്ചൊരു കറി ഉണ്ടാക്കാമെന്ന് ഞങ്ങളോട് കുറേ പേര് ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നൊരു സോയ വെച്ചൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ചപ്പാത്തി, പൊറോട്ട, റൊട്ടി എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ആദ്യം നമുക്ക് ഈ സോയ ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സോയയിലേക്ക് ഉപ്പ് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണിത്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സോയ ഈ തിളച്ച വെള്ളത്തിലേക്കിടാം. രണ്ട് മൂന്ന് മിനിറ്റ് ഈ സോയ ഈ തിളച്ച വെള്ളത്തിൽ കിടന്ന് വെന്തതിന് ശേഷം ഊറ്റിയെടുക്കാം. അതിന് ശേഷം ഇത് തണുത്ത് വരുമ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളം പിഴിഞ്ഞ് മാറ്റണം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കുക. ഇത് തണുത്തതിന് ശേഷം ഇതിൽ നിന്നുള്ള വെള്ളം പിഴിഞ്ഞെടുക്കണം. സവോളയൊന്ന് വഴറ്റിയെടുക്കാം. സവോള വഴറ്റാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. സവോള നമുക്ക് വഴറ്റിയെടുക്കാം. നമുക്ക് ഈ സോയയിലെ വെള്ളം പിഴിഞ്ഞ് കളയാം. നല്ല ചൂട്. സവോള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് സോയ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവോള നന്നായി തണുത്തതിന് ശേഷം ഇത് മിക്സിയിൽ അരച്ചെടുക്കുന്നതാണ്. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ വഴറ്റി വെച്ച സവോള നമുക്കൊന്ന് അരച്ചെടുക്കാം. അല്പം പോലും വെള്ളം ചേർക്കാതെ വേണം ഈ സവോള അരച്ചെടുക്കാൻ. ബേ ലീഫ്, ഏലക്കായും ഗ്രാമ്പു, കുറച്ച് ജീരകമൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഈ അരച്ച് വെച്ച സവോള ചേർക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴണ്ട് വരണം. അത് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, സാധാരണ മുളക് പൊടി, കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, മസാലയുടെ പച്ചമണമൊക്കെ മാറി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി കറിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഗരം മസാല, കസ്തൂരി മേത്തി, ഇത് രണ്ടും കൂടെ ഇട്ട് കൊടുക്കുക. നമുക്ക് സോയ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട്.